മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക്, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ മലയാളം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായി ഉഷാറായിട്ട് നമ്മൾ എഴുതി അല്ലെ. എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താണ്? നിങ്ങൾ ഫീൽ ചെയ്താണ്, നിങ്ങൾ അനുഭവിച്ചാണ് അല്ലെ. നമ്മൾ പഠിച്ചതൊക്കെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആളുകളാണ്. അപ്പൊ നിങ്ങളോട് കൂടുതലൊന്നും ടീച്ചർ പറയേണ്ടതില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മലയാളം സെക്കൻഡ് ആണ്, ഇനി വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ള ചോദ്യം അല്ലെ. അപ്പൊ എന്താണ് ഈ പാഠഭാഗം, ഏതാണ് ആ ചോദ്യം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആരാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന കവിഭാഗം എഴുതിയത്? ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ. നമ്മളുടെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന അല്ലെ, വളരെ പ്രധാനപ്പെട്ട മലയാള സാഹിത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കവികളില് ഒരുപാട് സംഭാവനകൾ, സാഹിത്യ സംഭാവനകൾ മലയാളത്തിൽ തന്നിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭയാണ് ആരെന്ന് പറയുന്നത് നമ്മളുടെ കുഞ്ചൻ നമ്പ്യാർ അല്ലെ. അദ്ദേഹം 18-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. ഈ 18-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ കാവ്യം അല്ലെ, ഈ 21-ാം നൂറ്റാണ്ടിലും എന്ത് ചെയ്യാണ്? നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ് അല്ലെ. അപ്പൊ അത്ര പ്രസക്തമായി കാലത്തിന്റെ അതീതമായി നിൽക്കുന്ന, ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, കാലത്തിന് മുമ്പേ ഇരുന്ന് കണ്ടതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ചൻ നമ്പ്യാർ ഈ കൃതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ജനകീയനായ കവി, ആക്ഷേപഹാസ്യം, സെട്ടയർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം കഠിനമായ രീതിയിലുള്ള സാമൂഹ്യ വിമർശനം, ഏത് രാജാവായിക്കോട്ടെ, ഏത് തലപ്പത്തിരിക്കുന്ന ആളായിക്കോട്ടെ, അവരുടെ മുഖത്ത് നോക്കി എന്താണ് സത്യം വിളിച്ചു പറയുന്ന ഒരു സാഹിത്യത്തിലൂടെ, തന്റെ കലയിലൂടെ വിളിച്ചു പറയുന്ന ഒരാളായിരുന്നു ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാര്. സാധാരണക്കാരായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം തന്റെ കലാരൂപം അല്ലെ, തുള്ളൽ കലാരൂപത്തെ എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ചോദ്യം? കൗശലം പ്രയോഗിച്ച് പണം സമ്പാദിക്കാൻ മനുഷ്യൻ ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠഭാഗം മുഴുവൻ നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പാഠഭാഗത്തിന്റെ മുഴുവൻ ഉത്തരാണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ മക്കൾ കാണുക അല്ലെ. അപ്പൊ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. അങ്ങനെയാണ് നമ്മളുടെ കവിത എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത് അല്ലെ. കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല എന്നാണ് പറയുന്നത് അല്ലെ. അതായത് കുറച്ച് പൈസ കിട്ടുന്നതാണെങ്കിൽ എന്ത് ദുഷ്ടതയും ചെയ്യാൻ മനുഷ്യർക്ക് യാതൊരു ഉളുപ്പുമില്ല അല്ലെ. പുതിയ കാലത്ത് നോക്കൂ നിങ്ങള്, തലയ്ക്ക് ഇത്ര, കാലിന് ഇത്ര, കഴുത്തിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടേഷൻ സംഘങ്ങളാണ്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കി തീർക്കാൻ വരെ പൈസ കൊടുത്താൽ സാധിക്കും അല്ലെ. എന്തും ഒരു ദിവസം പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് മുതൽ അല്ലെ എല്ലാ വൃത്തികേടുകളും പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മനുഷ്യരുടെ ഈ വൃത്തികേടുകൾ എപ്പം മുതലുണ്ട്? അങ്ങ് നൂറ്റാണ്ടുകൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നും അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പൊ പാഠഭാഗത്ത് കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്യുന്നു? ഈ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാമൂഹ്യ വിമർശനത്തിലൂടെ എന്ത് ചെയ്തു? സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കമിട്ട കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കൗശലം പ്രയോഗിച്ച് പണം സമ്പാദിക്കുന്ന മനുഷ്യരെ കണക്കിന് പരിഹസിക്കുകയും അല്ലെ, അദ്ദേഹത്തിന്റെ കണക്കിന് പരിഹസിച്ച് അവഹേളിക്കുന്ന രചനയാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ അല്ലെ. അദ്ദേഹത്തിന്റെ തുള്ളൽ കവിതകളെ സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ പോരാടാനുള്ള ആയുധമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ പണം കിട്ടുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദുഷ്ടതയും കാട്ടാൻ മടിയില്ലാത്ത മനുഷ്യര് അല്ലെ. പിന്നെ 2 പണം കിട്ടുമെന്നോ കേട്ടാൽ അവർ മണ്ടും 18 കാതം എന്നാങ്കിലോ അല്ലെ. 2 പൈസ കിട്ടും, ഇച്ചിരി പൈസ കിട്ടുന്നാണെങ്കിൽ 18 കാതം, എത്ര ദൂരം വേണമെങ്കിൽ എന്ത് ചെയ്തു? ഓടിക്കോളും മനുഷ്യൻ അല്ലെ. എന്തും ചെയ്യും മനുഷ്യൻ എന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും എന്താണ് രാജാക്കന്മാരെ കണ്ട് കള്ളം പറഞ്ഞ് രാജ്യസേവ ചെയ്ത്, ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല, പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്? കള്ളം പറഞ്ഞ് പലരെ ചതിച്ച് കൈക്കൂലി വാങ്ങിയൊക്കെ ജനങ്ങൾ പണം ഉണ്ടാക്കുന്നു അല്ലെ. കവിതകളും ശ്ലോകങ്ങളും ഉണ്ടാക്കിയ ധാരാളം പണം ലഭിക്കുന്നു കരുതി ചിലർ അത്തരം പ്രവർത്തികൾ എന്ത് ചെയ്യാണ്. പട്ട് കിട്ടുന്നവർ കുറച്ചുകൂടെ പണം കിട്ടിയാൽ എന്താണ്? പട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം ലഭിക്കാണ്.
പട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പട്ടൊന്നും വേണ്ട, പട്ട് പോരാ, എന്ത് വേണം? പണം മുമ്പേ വേണം അല്ലെ. പട്ടൊന്നും കിട്ടിയ കാര്യം, ഞങ്ങൾക്ക് പൈസയാണ് വേണ്ടത്. ഇനി എന്താണ്? വീരാളിപ്പട്ട്, വീരന്മാർക്ക് കൊടുക്കുന്ന അത്രയും എന്താ പറയാ അംഗീകരിച്ചാലും കാര്യമില്ല. എന്ത് വേണം? തരിവള വേണം, സ്വർണത്തിന്റെ വള വേണം, ഞങ്ങൾക്ക് വീരാളിപ്പട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന മനുഷ്യരുടെ കാലമായിരുന്നു അല്ലെ. കലയോടും സ്നേഹമില്ല അല്ലെ, മറിച്ച് അല്ലെ കലയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ ആട്ടം പഠിക്കുന്നു, നൃത്തം പഠിക്കുന്നു, കൊട്ട് പഠിക്കുന്നു, പാട്ട് സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ വരികളിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ കലകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കലയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് കലയോടുള്ള സ്നേഹം കൊണ്ട് കല പഠിക്കുന്നത്. അല്ലാത്തവരെ എന്താ ചെയ്യണേ? പൈസ കിട്ടുന്നു വിചാരിച്ചിട്ടാണ് ആ കല പഠിക്കുന്നത് കേട്ടോ. അതേപോലെ എന്താണ്? ആയോധന കലയിലൂടെ അല്ലെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പണം ഉണ്ടാക്കാന്ന് കരുതിയിട്ട് വാളും കുത്തും ചവിട്ടൊക്കെ പഠിക്കാൻ പോകുന്നു ആളുകള്, കളരി അഭ്യസിക്കുന്നു. പുസ്തക വായന കൊണ്ട് കവിതയൊക്കെ എഴുതി കഴിഞ്ഞല്ലേ ശ്ലോകം ചമച്ചാൽ ശോകം തീരുമെന്ന് കരുതി എന്ത് ചെയ്യുന്നു? ചിലര് ശ്ലോകം ഉണ്ടാക്കുന്നു അല്ലെ. ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ അല്ലെ പൈസ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാണ്? ഇപ്പൊ വൈദ്യം പഠിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും ഗുണം അല്ലെ. വൈദ്യനായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അല്ലെ കാരസ്കരകൃത ഗുൽഗുലു തിക്തകം അല്ലെ, എന്തെങ്കിലും ചേരുന്ന എണ്ണയും അല്ലെ ഒക്കെ ചേർത്ത് കാഞ്ഞിരത്തിന്റെ കുരു അരച്ച് കലക്കി കൊടുത്താലും മതി, മരുന്നാണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അങ്ങനെ ആളുകളെ പറ്റിച്ച് ഏതൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പൈസ ഉണ്ടാക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. പിന്നെയോ രാജാവിനെ ചെന്ന് മന്ത്രിയെ ചെന്ന് എന്താണ് സ്തുതിച്ച് അല്ലെ, രാജാവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? പട്ടും വളയും വാങ്ങുന്നു. ജ്യോതിഷം പഠിച്ചവർ ജാതകം നോക്കി കള്ളം പറയും അല്ലെ. അവര് പറയുന്ന കള്ളത്തരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള വസ്തുക്കളൊക്കെ എഴുതി കൊടുക്കും. അമ്മാതിരി കള്ളാണ് അവര് പറയുന്നത്. പിന്നെന്താണ്? ഇങ്ങനെ പല 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 തരത്തിൽ എന്താണ് കള്ളം പറഞ്ഞുമൊക്കെ പൈസ പിടുങ്ങുന്ന ഒരു സമൂഹത്തെ, ഒരു മനുഷ്യരെയാണ്, പണത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ടീച്ചർ പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എസ്സേ ചോദ്യം ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടെയാണ് കേട്ടോ. അപ്പൊ മറന്നു പോവരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണോ നമ്മൾ മലയാളം ഫസ്റ്റ് പഠിച്ചത് അതേപോലെ നമ്മളുടെ മാരത്തോൺ ലൈവുകളിലായിട്ട് എന്ത് ചെയ്യണം? ബാക്കിയുള്ള പാഠഭാഗങ്ങളും കൂടെ നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ആ ലൈവുകളുടെ ലിങ്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും പഠിക്കട്ടടാ അല്ലേ. അപ്പൊ എല്ലാവരും പഠിക്കണം നമ്മളുടെ കൂടെ. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ ഉഷാറാക്കിയിട്ട് കേട്ടോ നമുക്ക് പഠിക്കാം. അതേപോലെ വേറെ ഏതെങ്കിലും വീഡിയോസോ ചോദ്യമൊക്കെ മക്കൾക്ക് ഉണ്ടെങ്കിൽ മക്കൾ കമന്റ് ചെയ്യണം. ടീച്ചർ ആ വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ ബൈ.